തൃശ്ശൂരിൽ പൊതുജനങ്ങളെ വലച്ച് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ശക്തൻ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ക്രമീകരണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗത്തിന്റെ പണിമുടക്ക്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ മാള, തൃശ്ശൂർ ചേർപ്പ്, തൃപ്രയാർ റൂട്ടിലാണ് ഈ പണിമുടക്ക്. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ഈ മിന്നൽ പണിമുടക്ക് ശക്തൻ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ക്രമീകരണങ്ങളിൽ പ്രതിഷേധിച്ചാണ് എന്ന് പറയുന്നു. പക്ഷേ ഇത് വലിയ രീതിയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അതായത് ഈ ശക്തൻ ബസ് സ്റ്റാൻഡിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൊതുവെ പൊതുജനങ്ങളുടെ മാത്രമല്ല സർക്കാരിന്റെ വരെ, അതായത് അവിടുത്തെ ഭരണകൂടത്തെ വരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത്തരത്തിൽ ഈ ബസ് സ്റ്റാൻഡ് നവീകരിക്കാതെ സുഗമമായിട്ടുള്ള രീതിയിൽ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കില്ല എന്നൊരു ഘട്ടത്തിലാണ് അത്തരത്തിൽ ശക്തൻ ബസ് സ്റ്റാൻഡ് നവീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇത്തരത്തിലൊരു നവീകരണ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ബസ്സുകളുടെ പാർക്കിങ്ങിൽ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ പാർക്കിങ്ങിൽ ഇത്തരത്തിൽ മാറ്റം വരുത്തുമ്പോൾ ആളുകൾ വേണ്ട രീതിയിൽ യാത്രക്കാർ കുറയുന്നു എന്നുള്ള ഒരു പരാതി കഴിഞ്ഞ ദിവസം തന്നെ ഈ ബസിന്റെ ഉടമകളും മറ്റ് ആളുകളും ഉന്നയിച്ചിരുന്നു. എന്നിട്ട് ഇന്നലെ മുതൽ ആരംഭിച്ച ഇത്തരത്തിലുള്ള പണിമുടക്കാണ് ഇന്നും ഈ ബസ് ഉടമകൾ അവസാനിപ്പിക്കാൻ തയ്യാറാവാത്തത്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ മാള, തൃശ്ശൂർ ചേർപ്പ്, തൃപ്രയാർ റൂട്ടിലെ ബസ്സുകളാണ് പണിമുടക്കുന്നത്. പൊതുജനങ്ങളെ കാര്യമായി തന്നെ ഈ ഒരു പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. അതെ, ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തൃശ്ശൂരിൽ പൊതുജനങ്ങളെ വലച്ചാണ് സ്വകാര്യ ബസ്സുകളുടെ ഈ മിന്നൽ പണിമുടക്ക്. ശക്തൻ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ക്രമീകരണങ്ങളിൽ പ്രതിഷേധിച്ചാണ്. പാർക്കിംഗ് ക്രമീകരണം വളരെ പെട്ടെന്ന് ഉണ്ടായതാണോ എന്നുള്ള ചോദ്യം കൂടെ ബാക്കിയുണ്ട് അല്ലേ? കാരണം അത് മിന്നൽ പണിമുടക്കിലേക്ക് പോകേണ്ടത് എന്തായിരുന്നു, ജനങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടത് എന്തായിരുന്നു എന്ന വിഷയം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്.